ഹായ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഗൾഫിലെത്തിയപ്പോഴേ ശരിക്കും ഞാനൊരു തള്ള വൈബിലേക്ക് പോയി എന്നൊരു ഡൗട്ട്. കാരണം എന്നോട് എൻ്റെ ഹസ്ബൻഡൊക്കെ റൂമിലിരുന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുക, വലിയ സൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും ഒന്ന് കിടന്നുറങ്ങ്, നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. ആ ഒരു ഇതിലേക്ക് പോയി. ഒന്നും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റാത്ത പോലെ. പിന്നെ എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ അയ്യോ സമയം ഇത്രയും, എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് വേണ്ടേ, അങ്ങനത്തെ ഒരു മൂഡിലേക്ക് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു തള്ള വൈബിലേക്ക് പോയി തുടങ്ങിയിരുന്നു. ഈ ഗൾഫിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഒക്കെ ഉണ്ടല്ലോ, മുന്നേ വരെ ഞാൻ ഡാൻസൊക്കെ കളിച്ച് തുള്ളി നടന്ന ഞാനാണ്. പെട്ടെന്ന് എല്ലാം അങ്ങ് മാറി മറിഞ്ഞു. പെട്ടെന്ന് ജോലി, ഫുഡ് ഉണ്ടാക്കുക, പണിക്ക് പോവുക, പിന്നെയും വരിക, കിടക്കുക, കിടന്നിറുക, മറ്റേ പാട്ടുണ്ടല്ലോ, ആ ഒരു രീതിയായിപ്പോയി. എന്തിനേറെ പറയണു, ഒരു ബേബി പ്ലാനിങ്ങിന് പോലും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. നാട്ടിൽ പോയപ്പോഴല്ലോ ഒരു ചേച്ചി എന്നോട് ചോദിച്ചു ഡോക്ടറെ കാണിച്ചില്ലേന്ന്. എൻ്റെ അമ്മേ, എൻ്റെ നെഞ്ചങ്ങോട്ട് തകർന്നു പോയി. ഞാൻ പറഞ്ഞു ചേച്ചി ആർക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് പ്ലാനിങ് ഒന്നും ആയിട്ടില്ല, സമയമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒരാളെ മുഖത്ത് ചോദിക്കാൻ വേണ്ട, അതും എൻ്റെ മുഖത്ത്. അപ്പം ചിലർ വിചാരിക്കണ്ടാവും നിനക്ക് ഈ വീഡിയോ എടുക്കാൻ സമയമുണ്ടല്ലോ എന്ന്. എന്തിനു, ഞാൻ പെണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഓടും ഞാൻ ഡ്യൂട്ടിക്ക്, ഇപ്പോൾ ബസ് വരും. അങ്ങനെയൊക്കെയാണ് ഓരോ പ്രവാസിയുടെ ജീവിതം. പ്രവാസിയുടെ കഥ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല, വലുതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.